ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് നോ എക്സ്പ്രഷൻ ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് എൻ്റെ 2 പേരാണ്, ചിപ്പി ആൻഡ് കാശി. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞിരിക്കുകയാണ് സംസാരിക്കണം ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് നേരെ സംസാരിക്കത്തുള്ളൂ. ഞാൻ ഭയങ്കര പരിഷ്കാരിയായിട്ട് സംസാരിക്കുന്നുള്ളൂ. അപ്പം കാശി നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ചിനെ പറ്റി കാശി നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നലെ ചാനൽ എന്ന് വെച്ചാൽ നമ്മള് ഉപ്പും പുളിയായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ ഇടുന്ന സാധനങ്ങളില്ലേ തിന്നുമ്പം അത് നമ്മൾ കൊണ്ടുവച്ചിട്ട് എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം. അടുത്ത പണി വാങ്ങിക്കണം. അതാണ് സംഭവം. അല്ലി വാരി തിന്നണം. അതാണ് അത് നമ്മൾ തിന്ന് ഇറക്കണം എന്ന് പറഞ്ഞാൽ തിന്ന് ഇറക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഇടുന്നവര് ഔട്ടാവും. അപ്പൊ നമുക്ക് കുരു ഒക്കെ ആണെങ്കിൽ നമുക്ക് തുപ്പി കളയാം. പിന്നെ ഒരു ടൈം ലിമിറ്റ് വയ്ക്കും. ആ ടൈമിനുള്ളിൽ തിന്ന് തീർക്കണം. ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ സ്ട്രൈറ്റ് ഫേസിൽ. അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് നാരങ്ങയാണ്. നമ്മൾ ലെമൺ ആണ് കഴിക്കാൻ പോകുന്നത്. ഇതിന്റെ കുരുവൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. തോട് തിന്നണമെന്നില്ല. പക്ഷെ 1 മിനിറ്റിനുള്ളിൽ ഈ ഫുള്ള് ജ്യൂസ് നമ്മൾ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. എക്സ്പ്രഷൻ അപ്പൊ ഗായ്സ് നമ്മള് 1 മിനിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ ഇതൊക്കെ തിന്നണം. ഓക്കെ, കയ്യിലെടുത്തോ. ഓക്കെ, 3, 2, 1 ഗോ. കരുണം, വീരം, രൗദ്രം. ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. അപ്പൊ ഗൈസ്, ടൈം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അകത്തുള്ള ഫുള്ളും കഴിച്ചു. ചിപ്പി പക്ഷെ തോട് വരെ തിന്ന്. പക്ഷെ അവൾ ആദ്യമേ വായ വെച്ചപ്പോഴേ എക്സ്പ്രഷൻ ഇട്ടാൻ തോന്നണം. അപ്പൊ ചിപ്പിയാണ് പക്ഷെ പണിഷ്മെന്റ് ഇല്ല. കാരണം ഞാൻ ഇവരും തോട് കഴിച്ചില്ല. അപ്പം എല്ലാം ഈക്വലാണ്. കാരണം ഫുള്ള് ഇറക്കിയതും ഇല്ല, എക്സ്പ്രഷൻ ഇട്ടപ്പോഴെല്ലാം എല്ലാവരും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ഈറ്റിങ് ഉപ്പ് തിന്നാൻ പോയത് അനുഭവിച്ച് നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? ഇതുങ്ങൾ രണ്ടും ഉണ്ടല്ല. ആദ്യം നാരങ്ങ തിന്നു. നാരങ്ങ ആദ്യമേ ടേസ്റ്റ് 1 സ്പൂൺ ഉപ്പ്. 1 സ്പൂൺ ഉപ്പൊന്നും തിന്നാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നും. ഇത് കട്ട് ചെയ്തൊക്കെ കുഞ്ഞൊക്കെ ഇടുള്ളത് വേറെ കാര്യം. ഉപ്പ് തിന്നാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമല്ല. ഇത്ര 1 സ്പൂൺ ഇതെങ്ങനെ തിന്നണോ നമുക്ക് ഒന്ന് ആലോചിക്കണം. ഇങ്ങനെ തട്ടണോ അത് നമുക്ക് ആലോചിക്കണം. ഈ സ്പൂണിന് കുറെ ഉണ്ട്. ഇത് എങ്ങനെ തിന്നുമോ? ഓക്കെ ഗായ്സ്, നിങ്ങളുടെ പാത്രത്തിൽ വീണതും കൂടെ സ്പൂണിലോട്ടാക്കണേ. ഇത്രയും തിന്നാക്കി എനിക്ക് ഇത്രയും കൂടെ എന്തിരുന്ന് പറയാം. ആട്ടെ എനിക്ക് കുഴപ്പമില്ല. സ്പൂണിലോട്ട് എല്ലാം കൂടെ വെച്ചാൽ പിന്നെ സൂപ്പർ ആയിട്ട് തിന്നാം. ചാവോ ഇല്ലേ, ജീവനോടെ ഉണ്ടോ? ഇല്ല, ഞാൻ നോക്കട്ടെ വീഡിയോ. ചിപ്പി തട്ടെ. 1 സ്പൂൺ ഉപ്പൊന്നും തിന്നാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നും. കാശി ഫുള്ള് തിന്നില്ല. നമ്മള് ഫുള്ള് വായി തട്ടില്ല. ഫുള്ള് വായി തട്ടി ഇതുങ്ങളൊന്നും ഫുള്ള് വായി തട്ടിയില്ല. അപ്പൊ ഞാനാണ് ജയിച്ച. സ്വന്തമായി ഞാൻ ജയിച്ചു. തീരെ പറ്റില്ല. എന്റെ സൂര്യനൊന്നുമില്ല ഗൈസ്. സ്പൂണിനൊന്നുമില്ല, പാത്രത്തിലുണ്ട്. എല്ലാരും കൊണ്ട് തിരിച്ചുപ്പ്. എനിക്ക് അങ്ങനെ എക്സ്പ്രഷൻ വരൂലെന്ന് തോന്നുന്നു. എനിക്കും വരണമെന്ന് തോന്നല്ല. പക്ഷേ
പോയിന്റ് ഇല്ലാത്തവർ ഇതിന് മുഖം നോക്കണം. അത് എനിക്കുള്ളതാണെന്ന് എന്റെ മുഖത്തും പറയുന്നു. ഓക്കെ ഗായ്സ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചിപ്പിക്ക് അച്ചാർ കുത്തരിയോ? നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ 15 സെക്കൻഡ് വെക്കാം. ഇതല്ലേ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ 1 രൂപ 1 രൂപ വീട്ടിലുണ്ട്. 5 രൂപ 10 രൂപ എന്തേ ആവത്തേ ഉള്ളൂ. നമ്മള് കുറച്ച് നാളുടെ കഴിഞ്ഞ് Guys, വീഡിയോ ഒക്കെ ഫൈനൽ ഗായ്സ് 10 സെക്കൻഡ്. കയ്യിൽ പിഴിഞ്ഞൊഴിക്കാൻ തന്നെ 5 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ് 15 ധാരാളം. നമുക്ക് കുറെ നാൾ കഴിഞ്ഞ് ഇപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും ഇങ്ങനെ കണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പൈസ മാറ്റി ടേബിൾ മാറ്റി സാധനങ്ങൾ മാറ്റി പാത്രങ്ങളൊക്കെ 20 സെക്കൻഡ് ആണ് വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ എക്സ്പ്രഷൻ ഇല്ലാതെ മൊത്തം സൈഡിൽ ഇങ്ങനെ അച്ചാറോട്ടാക്കി വെച്ചോ. ടൈമർ ഇട്ടോ. ഓക്കെ 3 2 1 Flashback. ചിപ്പിക്ക് അച്ചാർ കുത്തരിയോ? അച്ചാർ എനിക്ക് അങ്ങനെ എക്സ്പ്രഷൻ വരൂലെന്ന് തോന്നുന്നു. ഞാൻ സ്പെഷ്യൽ ഇല്ല. ചിപ്പി ഔട്ട് ഫിനിഷ്. അതോയിക്കോ ഗായ്സ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ചിപ്പി ഔട്ടായി. അവിടെ മറ്റേ ഇവിടെ ക്യാമറ തന്നെ ഐസ്ക്രീമിന്റെ പരസ്യത്തിലൊക്കെ ഗായ്സ് അച്ചാർ തിന്നുന്നടി അത് ഒരു എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. ഇല്ലടി, ഞാൻ എടുത്ത് വായിലിട്ട സമയത്ത് ഞാൻ മറന്നുപോയി. ഗായ്സ് ഈ ചാനലിൽ ആരാണ് ഗായ്സ് ജയിച്ചത്? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തോറ്റാക്ക് പണി വെക്കാം. ഗായ്സ് ചിപ്പി അത് രണ്ടും സെയിം ആയിരുന്നു. പടയപ്പാ നന്ദിയുണ്ട് സുഹൃത്തുക്കളെ. തെറ്റില്ല. ഒരു കാര്യം ഇത് ഡേറ്റ് കഴിഞ്ഞാൽ ഓക്കെ ഗായ്സ് ഇത് ചൊറി വരുമോന്ന് കാണാം. ഭംഗിയുണ്ട്. ഓക്കെ ഗായ്സ് പിന്നെ ഗൈസ് 2 ചാലഞ്ചിലും നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഉപ്പ് നമ്മൾ ആരും തിന്നു നിർത്തില്ല. പിന്നെ നാരങ്ങ അവൾ എക്സ്പ്രഷൻ ഇട്ട് നമ്മൾ തോട് തിന്നില്ല. അതുകൊണ്ടാണ് 2 ചാലഞ്ചിൽ ഇതേപോലെ പണി നമ്മൾ ഗായ്സ് ഈ ചാനലിൽ ആരാണ് ഗായ്സ് ജയിച്ചത്? പക്ഷെ ഈ ചാലഞ്ച് അല്ല ഇനിയില്ല, ഇനിയൊന്നുമില്ല. 2 പുളിയുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ അരിപ്പൊടി ചെയ്യും. ചിപ്പിയാണ്. ചിപ്പി എക്സ്പ്രഷൻ എങ്ങനെയാ? ചിപ്പി ചാലഞ്ച് ആണെന്ന് മാറുന്നു. ചിപ്പി ഇങ്ങനെയാണ്. ഇവക്ക് അച്ചാർ ഭ്രാന്താണ്. പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു അതിന് എക്സ്പ്രഷൻസ് ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഗൈസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ വീഡിയോ കാണുമ്പോ ഇത് ഒരുമിച്ച് കഴിക്കും. ആര് ജയിച്ച ആര് തോറ്റെന്ന് ഗായ്സ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആര് എന്നെ തോറ്റെന്ന് പറയല്ല. ചിപ്പിയുടെ ഫോണാ ടൈമർ വെക്കേ. ചിപ്പടി സുപ്പൂ. 3 വർഷം ഒരുമിച്ച് ഒരു ബെഡിൽ ഉറങ്ങി, ഒരുമിച്ച് കഴിച്ച്, ഒരുമിച്ച് ജനിച്ചത് 2 ഗർഭപാത്രത്തിലാണെങ്കിൽ ഉള്ള വളർന്നത് എന്റെ പാത്രത്തിലായിട്ട് കാരണം ഇവിടെ ചോറ് ഞാൻ 2 പെട്ടിട്ടില്ല. നമുക്ക് പുളിയാണ്. ഞാൻ തിന്നും. പുളിയിൽ ഉപ്പിട്ടേക്കുന്നത് അത് കറുത്ത പുളിയുണ്ട്, ബ്രൗൺ കളർ പുളിയും. ഗായ്സ് ഞാൻ അരച്ചിട്ട് തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഇൻവെർട്ടർ ആണ് അതിന്റെ ആർക്കുന്നുണ്ടല്ലോ. ഓക്കെ വാ ഓൺ ചെയ്യണം. നമുക്ക് 1 മിനിറ്റ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് നമ്മളെ മേളിൽ നിന്ന്. ഓക്കെ 1 2 3 കഴിഞ്ഞു. കഴിക്കുന്ന സമയത്ത് വല്ല എക്സ്പ്രഷൻ കണ്ട കുഞ്ഞിനെ അറക്കും. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എക്സ്പ്രഷൻ ഇട്ടു. ഇന്നലെ സംസാരിക്കില്ലേ? അന്ന് പോലും തീർത്തില്ല. എനിക്ക് പറ്റുള്ള പുളി. പക്ഷെ ഞാൻ ജയിച്ചേ. പക്ഷെ ഇവളുണ്ടല്ലോ പുളിക്കള്ളിയാണ്. പുളിക്കള്ളി എന്ന് പറഞ്ഞ ഇവളുടെ അമ്മ ഒരു
1/4 കിലോ പുളിയൊക്കെ വാങ്ങാൻ പറ്റും. എന്തായാലും 1 കിലോ പുളിയൊന്നും വാങ്ങാനുള്ള റിച്ചൊന്നുമല്ല നമ്മള്. പിറ്റേ ദിവസം ഞാൻ തിന്ന് തീർക്കും. അവിടെ തിന്ന് തീർക്കും. അവസാനം ഇവരുടെ അമ്മ ഉണ്ടല്ലോ തുണിയുടെ ഇടയിലൊക്കെയാണ് ഒളിപ്പിച്ച് വെക്കുന്നത് പുളി. അത്രയും നിർത്തി നമുക്ക് അത് പറ്റൂല. ഇത് പറ്റില്ല. നല്ലല്ലോ എന്നിട്ട് നോക്കട്ടെ പാൻറ്റിലൊക്കെ ആയി ചൊറുത്തെ. അപ്പൊ വിജയകരമായി കുഞ്ഞതിക്കുള്ള സമ്മാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്റെ പാൻറ് മൊത്തം ആവണം. ശരിയാവില്ല അരിപ്പൊടി ആക്കി കണ്ണിന്റെ വരെ ആയി. ഇവർക്ക് പിന്നെയും ഭേദമായിട്ടാണ് വെച്ചാൽ ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് ഇങ്ങനെയാണ് എന്താ അത് കണ്ടാ മനസ്സിലാവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ സമ്മതിക്കില്ല, അതിന് നേരെ സംസാരിക്കണം. അല്ല വീഡിയോയുടെ തുടക്കം എങ്ങനെ കാണിക്കാം? അടി ഉള്ള കാശിയാണ് നമ്മുടെ ഉടുപ്പിലെ പെൺ തരി, അയ്യോ പുരുഷൻ തരി. ഇതിന് ടൈമർ ഒന്നും വയ്ക്കണ്ട. ആദ്യം ആര് കുടിച്ചു എന്റെ ഏമ്പൊക്കെ നാരങ്ങയും പുളിയും ഉപ്പും കൂടെ മിക്സ് ആയിട്ടുള്ളതൊക്കെ. ഇത് എന്തിനെന്നറിയാമോ? ബാത്റൂമില് മേളമായിരിക്കും. ഇത് കെച്ചപ്പ് എടുത്തിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊണ്ട് എന്തോ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ എന്തുവാ കിടക്കാം. ഓക്കെ നമുക്ക് അപ്പൊ കുടിക്കാം. ഇല്ല വേണ്ട കൂടിയാണേ. പിന്നെ എങ്ങനെ കാല് വെക്കട്ടാ? എനിക്ക് പറ്റൂല, എനിക്കല്ലാതെ പറ്റൂല. കുട്ടുമ്പോ സൂപ്പറില്ലാതാ കുട്ടുമ്പോ നമുക്ക് കഴിക്കാം. നമുക്കൊക്കെ മണം നോക്ക്. മീൻ കഴിയാണോ? മീൻ വെള്ളം പോലെ ഇരിക്കണ. കൂടി വേണ്ടേ അങ്ങോട്ടേച്ച്? എനിക്ക് അരിപ്പൊടിയിൽ മുഖം മുക്കിയാലും കുഴപ്പമില്ല, ഇത് കൊള്ളൂല. എനിക്ക് കരച്ചില് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റൂല. കരച്ചില് കുഞ്ഞിക്ക് പാമക്കളെ മുക്കിയത് വരാത്തത് നമ്മൾ ഒന്നും കൂടെ ഗോതമ്പും കൂടെ മിക്സ് ചെയ്തേന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചാൻസിലോട്ട് ഗൈസ് നമ്മൾ പുളിഞ്ചിക്ക പിടിച്ചാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അടുത്ത നമ്മള് തൈരാണ്. പഞ്ചസാര ഇട്ട് അപ്പൊ നമുക്ക് തൈരും തൈര് എന്തൊക്കെയും ഉണ്ട്. ഇത് 10 സെക്കൻഡ് ഇടാം. നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. തൈരും 10 സെക്കൻഡ്. 3, 2, 1. സാധനം പറയണ. തൈരും പഞ്ചസാരയും. 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ കഴിഞ്ഞു. എക്സ്പ്രഷൻ കഴിച്ചതുമില്ല. പഞ്ചാര ഇടാത്ത ടേസ്റ്റ് ഉള്ളൂ. ആർക്കൊക്കെ പഞ്ചാര കിട്ടി? അതിന് ടേസ്റ്റ് ഇടൂലല്ലേ? പഞ്ചാര എപ്പോഴാണ് അറിയണം? സുന്ദരിയായെന്ന് ആദ്യം അപ്പോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ തോറ്റത് അടുത്ത നമ്മുടെ സാധനം ഇത് ഞാൻ ഇവർക്ക് വേണ്ടി വിട്ടെടുക്കണം. പാവം ഗൈസ് എപ്പോഴും നോക്കുക. എനിക്ക് പറ്റുള്ള, എനിക്ക് മണം അടിക്കുമ്പോഴേ എനിക്ക് അത് വിട്ടെടുക്കുവാണ്. 3 ഗൈസ്. അതെ, വെളുത്തുള്ളി അച്ചാറിന്റെ മണം. കണ്ടോ? ജിഞ്ചർ ഗാർലിക് വെള്ളം.
എനിക്കിത് മണം അടിക്കുമ്പോഴേ ഇവിടെ നമുക്ക് എന്റെ ഫേസിലാണ് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും സാധനം വരുമ്പോഴേ നമുക്ക് ഒരുമാതിരി ഒരുമനീര് വരത്തില് ഛർദിക്കാൻ പറ്റും. അത് 15 സെക്കൻഡ് സ്റ്റാർട്ട്. ഞാൻ നോക്കിക്കോളാം. എനിക്ക് സന്തോഷമുള്ളൂ. കാശിന് കണ്ടക്ഷന് കാരണം കാശി ക്യാമറ ഓണാക്കിയാ പറഞ്ഞേ. ഇങ്ങനെ ആവശ്യം ഇവരാണ് എന്നെ മുക്കിയത്. സ്വന്തമായിട്ട് ഇങ്ങനെയാണ് മുക്കുന്നത്. ആത്മാർത്ഥത ഇനി കൂടി അടുത്തത് ഇതൊന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഏതാ അടുത്തത്? കുളിച്ചിരിക്കുക. അത് നമ്മൾ ഇരുമ്പുളിയാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് താരം പുളിഞ്ചിക്കാണ്. കറക്റ്റ് സൈസുള്ള എല്ലാവർക്കും ഒരേ കറക്റ്റ് ആണ്. ഇത് ഇച്ചിരി ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് മൂക്കിനകത്ത് വരെ കയറി പോയിട്ടുണ്ട് ആ പൊടി. എനിക്ക് അരിപ്പൊടി 2 പ്രാവശ്യം. നമ്മളെ പുളിഞ്ചിക്കാണ് വന്നിട്ടുണ്ട്. എനിക്ക് എന്താ ചൊറി വന്നത്? എന്താ ചെറിയ പുളിയില്ല തല്ലേ കമന്റ് തരണം. അപ്പൊ നമുക്ക് പുളിഞ്ചിക്ക് കഴിക്കാം. ഇത് മാറ്റണം. വേറെ ഉണ്ടോ? വേറെ അതോ വലിയ ഇതാ ചിപ്പി ചെറിയൊക്കെ. ഭ്രാന്ത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് കഴിക്കാം. പുഴുടാ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത് നമുക്കൊരു 20 സെക്കൻഡ് മതി. ഓക്കെ, 20 സെക്കൻഡിനകത്ത് ഒരു പുളിഞ്ചിക്ക തിന്നണം എന്നാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഉത്തരവിട്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ പുളിഞ്ചിക്കാണ് അടുത്തത്. 20 സെക്കൻഡേ ഉള്ളൂ. നമ്മളെ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പൊ കുഞ്ഞാറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തുമ്പോ നമുക്ക് എക്സ്പ്രഷൻ ഇല്ലാതെ എക്സ്പ്രഷൻ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മുഖവും ആശിയുടെ മുഖവും ഒക്കെ പോലെ നമ്മൾ തന്നെ ഇതേപോലെ ഇരിക്കും. നമ്മൾ 20 സെക്കൻഡ് പറ്റോ? ആ കിണ്ണം എന്തിനായിരുന്നു? ഓക്കെ ഗൈസ്, പറ്റോ? 20 സെക്കൻഡ് പറ്റുമല്ല. 20 സെക്കൻഡ് പറ്റോ? 3, 2, 1 ഗോ. യോ 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 യോ. ഓക്കേ, കൊള്ളാട്ടോ. ഗൈസ് ഞാൻ തോറ്റിട്ടുണ്ട്. അവിടെ എക്സ്പ്രഷൻ ഇട്ട് രണ്ടുപേരും മുക്കിക്കോ. ഓക്കെ, അപ്പൊ നമ്മള് വിജയകരമായാണ്. പക്ഷെ ഇല്ല മുക്ക എക്സ്പ്രഷൻ റൂൾസ് ഈസ് റൂൾസ്. ഓക്കെ, ഞാനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ചാലഞ്ച് നാക്ക് കടന്നു ഓരോ എനിക്കും ഞാൻ തിന്നിറങ്ങി. കാശി കഴിച്ചിട്ടില്ല. എനിക്ക് പറ്റൂല. ഞാൻ തിന്നു. അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നമ്മളെ സഹായിക്കുകയാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്. ചിലപ്പോ ഈ വ്ലോഗോട് കൂടി തന്നെ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോണ ചാലഞ്ച് ബർഗർ ഈറ്റിംഗ് ചാലഞ്ച്. ഈ വീഡിയോ വലിയ ചാലഞ്ച്. ശരി, ഞാൻ ഷവർമ തിന്നൂല. അവതില്ലല്ല. അപ്പൊ ബർഗർ, അതുകൊണ്ടാണ് ഞാൻ ബർഗർ പറഞ്ഞത്. ചിപ്പി ഇല്ലാത്ത ദിവസം ഞാനും കാശും കൂടെ ഷവർമ ഈറ്റിംഗ് ചാലഞ്ച്. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവന്റെ ചാനല് ഫ്രീ ഫയറിന്റെ വീഡിയോ. ഈ വീഡിയോ 5K വ്യൂസും 1K ലൈക്കും കിട്ടിയ നമ്മുടെ അടുത്ത ചാലഞ്ച് എന്ന് വെച്ചാ നമ്മള് 1K ലൈക്ക് ഒന്നും വേണ്ട, അത്രയൊന്നും കിട്ടത്തില്ല. 500 ലൈക്ക് പക്ഷെ ഇതിന്റെ ബാക്കി നമ്മൾ അനുഭവിക്കാൻ പോകേ ഉള്ളൂ. കമന്റില് ഏറ്റവും ലൈക്കുള്ള ചാലഞ്ച് നമ്മൾ ചെയ്യും. എല്ലാരും പുതിയ പുതിയ ചാലഞ്ച് സബ്സ്ക്രൈബേഴ്സ്
ഇത്രയൊക്കെ ചെറിയ ചെറിയ നിങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ചാലഞ്ച് ഇടണം ചെയ്യാൻ. നമ്മൾ ഇനി 1 മില്യൺ ഒന്നും നമ്മൾ വേണമെന്ന് പറയണ്ട. അതൊക്കെ നമുക്ക് 5 വീഡിയോസ് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. വിന്നർ ആരാണ് നിങ്ങൾ കമന്റിൽ പറയണം.